ക്ലിനിക്കൽ പതോളജിയുടെ ഭാഗമായ സിമൻ അനാലിസിസ് എന്ന ടോപ്പിക്കാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത്. സിമൻ അനാലിസിസിന് സെമിനോഗ്രാം എന്നുകൂടി പേര് പറയുന്നുണ്ട്. മലയാളത്തില് ശുക്ല പരിശോധന അഥവാ ബീജ പരിശോധന എന്നാണ് സിമൻ അനാലിസിസ് അറിയപ്പെടുന്നത്. സെമിനോഗ്രാമിന്റെ ഭാഗമായിട്ട് ഫിസിക്കൽ എക്സാമിനേഷൻ, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ, കെമിക്കൽ എക്സാമിനേഷൻ എന്നിവ നാം ചെയ്യുന്നു. ഇപ്പൊ യൂറിൻ അനാലിസിസ് പഠിച്ചപ്പോൾ ഇത്തരത്തിലുള്ള പരിശോധനകളെ കുറിച്ച്, ഫിസിക്കൽ, മൈക്രോസ്കോപ്പിക്, കെമിക്കൽ എക്സാമിനേഷനെ കുറിച്ച് നാം മനസ്സിലാക്കിയതാണ്. അതേപോലെ തന്നെ ശുക്ല പരിശോധന അഥവാ സെമിനോഗ്രാമിനും ഫിസിക്കൽ, മൈക്രോസ്കോപ്പിക്, കെമിക്കൽ എന്ന് 3 തരത്തിലുള്ള പരിശോധനകളാണ് നാം നടത്തുന്നത്. വാട്ട് ഈസ് സിമൻ അഥവാ സെമിനൽ ഫ്ലൂയിഡ്? എന്താണ് സിമൻ, ശുക്ലം അഥവാ സെമിനൽ ഫ്ലൂയിഡ് എന്ന് നോക്കാം. It is the collective secretion of male reproductive system. It includes spermatozoa, secretions of seminal vesicles, epididymis, bulbourethral gland, prostate, etc. മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗന്റെ, അത് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ, പുരുഷ പ്രത്യുൽപാദന വ്യൂഹത്തിന്റെ എല്ലാ അവയവങ്ങളും ചേർന്നിട്ടുള്ള സെക്രീഷനെയാണ്, സ്രവത്തിനെയാണ് സിമൻ അഥവാ സിമിനൽ ഫ്ലൂയിഡ് എന്ന് നാം പറയുന്നത്. ആ സിമൻ അല്ലെങ്കിൽ സിമിനൽ ഫ്ലൂയിഡ് ശുക്ലത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ സ്പെർമാറ്റോസോവ അഥവാ പുരുഷ ബീജം, സെക്രീഷൻസ് ഓഫ് സെമിനൽ വെസിക്കിൾ, മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള സെമിനൽ വെസിക്കിൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവം, അതേപോലെ എപ്പിഡിഡിമസിന്റെ സ്രവം, ബൾബോയൂറിത്രൽ അഥവാ കൂപ്പേഴ്സ് ഗ്ലാൻഡ്, അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ഇങ്ങനെയുള്ള എല്ലാ അസോസിയേറ്റഡ് ഓർഗൻസിന്റെയും കളക്റ്റീവ് ആയിട്ടുള്ള സെക്രീഷനെയാണ്, എല്ലാം കൂടി ചേർന്നുള്ള ആ സെക്രീഷനെയാണ് സിമൻ അഥവാ സെമിനൽ ഫ്ലൂയിഡ് എന്ന് നാം വിളിക്കുന്നത്. ഇത് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു ചിത്രമാണ്. നാം ഫസ്റ്റ് ഇയറിൽ വളരെ വിശദമായിട്ട് തന്നെ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചതാണ്. എങ്കിലും നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് റിഫ്രഷ് ചെയ്യാം. മെയിൽ പ്രൈമറി ഓർഗൻ ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആണ്. ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. 2 ടെസ്റ്റിസ് ഉണ്ട്. അതിൽ ഈ ചിത്രത്തിൽ എല്ലാം യൂണിലാറ്ററൽ ആയിട്ട് ഒരു സൈഡിലെ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. ഇതാണ് ടെസ്റ്റിസ് എന്ന് പറയുന്ന അവയവം. ഈ ടെസ്റ്റിസ് ആണ് മെയിൽ റീപ്രൊഡക്ഷന്റെ പ്രൈമറി ഓർഗൻ. പ്രൈമറി ഓർഗൻ എന്ന് പറഞ്ഞാൽ റിപ്രൊഡക്റ്റീവ് കോശങ്ങൾ എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അത്തരത്തിലുള്ള അവയവങ്ങളെയാണ് പ്രൈമറി ഓർഗൻസ് എന്ന് നാം പറയുന്നത്. ഫിമെയിലിന്റെ കേസിൽ, സ്ത്രീകളുടെ കേസിലാണെങ്കിൽ ഓവറികളാണ് പ്രൈമറി ഓർഗൻ. മെയിലിന്റെ കേസിൽ ടെസ്റ്റിസ് ആണ് പ്രൈമറി ഓർഗൻ. അപ്പോൾ ഇതാണ് ടെസ്റ്റിസ്. ഈ ടെസ്റ്റിസിന്റെ ഉൾഭാഗത്ത് കാണപ്പെടുന്ന അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണ്, ഒരു പരിച്ഛേദമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഉൾഭാഗത്ത് കാണിച്ചിരിക്കുന്ന ഈ ട്യൂബുകൾ പോലുള്ള ഈ ട്യൂബുലാർ സ്ട്രക്ചർ, ഈ ട്യൂബുലാർ സ്ട്രക്ചറിന് സെമിനിഫെറസ് ട്യൂബ്യൂളുകൾ എന്നാണ് വിളിക്കുക. ഈ സെമിനിഫെറസ് ട്യൂബ്യൂളുകൾക്ക് ഉള്ളിലാണ് സ്പെർമാറ്റോസോവയുടെ നിർമ്മാണം നടക്കുന്നത്. ഈ സെമിനിഫെറസ് ട്യൂബ്യൂളിനുള്ളിലുള്ള ജെർമിനൽ സെല്ലുകളാണ് സ്പെർമാറ്റോസോവയായിട്ട് മാറുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കി, സ്പെർമാറ്റോസോവയുടെ ഉൽപാദനം നടക്കുന്നത് ടെസ്റ്റിസിനുള്ളിൽ കാണുന്ന സെമിനിഫെറസ് ട്യൂബ്യൂളുകൾക്ക് ഉള്ളിലാണ്. ഈ ടെസ്റ്റിസിന്റെ കുറച്ച് എൻലാർജ് ചെയ്ത ഒരു പിക്ചറാണ് കാണുന്നത്. ഈ ട്യൂബ്യൂളുകളാണ് സെമിനിഫെറസ് ട്യൂബ്യൂളുകൾ. ഇവയ്ക്കുള്ളിലാണ് ജെർമിനൽ സെല്ലുകളിൽ നിന്നും സ്പെർമാറ്റോസോവ അഥവാ പുരുഷ ബീജ കോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ഇനി ചിത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, ഈ സെമിനിഫെറസ് ട്യൂബ്യൂളുകൾ പുറമെയുള്ള ഹൈലി കോയിൽഡ് ആയിട്ട് ചുരുണ്ടുകൂടിയിരിക്കുന്ന മറ്റു ചില ട്യൂബുകളുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഈ ട്യൂബുകളെ ഈ ചിത്രത്തിലെ ഈ ഭാഗത്ത് കാണുന്ന ഇതാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ട്യൂബുകൾക്ക് നാം വിളിക്കുന്ന പേര് എപ്പിഡിഡിമസ് എന്നാണ്. ഈ കോയിൽഡ് ചാനലുകൾക്ക് വിളിക്കുന്ന പേരാണ് എപ്പിഡിഡിമസ്.
ഈ എപ്പിഡിഡിമസിന് ഉള്ളിലാണ് ഈ സ്പെർമാറ്റോസോവ അഥവാ ബീജകോശങ്ങളുടെ മച്യൂറേഷൻ സംഭവിക്കുന്നത്. ഒരു ഇമ്മച്യൂർ ഫോമിലാണ് സ്പെർമാറ്റോസോവ ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതിന്റെ ഒരു മച്യൂറേഷൻ അത് സംഭവിക്കുന്നത് ഈ എപ്പിഡിഡിമസിന് ഉള്ളിലാണ്. ഈ ചിത്രം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ എപ്പിഡിഡിമസിൽ നിന്നും ശ്രദ്ധിക്കുക, മറ്റൊരു ട്യൂബ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം എപ്പിഡിഡിമസിന് തുടർച്ചയായിട്ട് ഇതേപോലെ ഒരു ട്യൂബ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു. ഈ ട്യൂബിന് നാം വിളിക്കുന്ന പേര് വാസ് ഡെഫറൻസ് എന്നാണ്. എപ്പിഡിഡിമസിൽ നിന്നും പുറത്തേക്കുള്ള നമ്മുടെ ബോഡി ക്യാവിറ്റിയിലേക്ക് പ്രവേശിക്കുന്ന ഇൻജുവിനൽ കനാലിൽ കൂടി പ്രവേശിക്കുന്ന ആ ട്യൂബിന് നാം വിളിക്കുന്ന പേരാണ് വാസ് ഡെഫറൻസ്. ഇപ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, രണ്ട് ടെസ്റ്റിസ് ഉള്ളത് കൊണ്ട് രണ്ട് വാസ് ഡെഫറൻസ് ഉണ്ടാകും. ഇവിടെ ചിത്രത്തില് ഒരു ടെസ്റ്റിസും ഒരു വാസ് ഡെഫറൻസും ഒരു എപ്പിഡിഡിമസും മാത്രമാണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക. ഈ ട്യൂബുലാർ സ്ട്രക്ചറിനാണ് നാം വാസ് ഡെഫറൻസ് എന്ന് പറയുന്നത്. ഈ ട്യൂബ് നമുക്ക് മനസ്സിലാക്കാം. ഇത് അവസാനിക്കുന്ന ഭാഗത്ത്, അതായത് വാസ് ഡെഫറൻസിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് അവിടെ കുറച്ചൊരു എൻലാർജ് ചെയ്ത, കുറച്ച് വലുപ്പത്തിൽ കാണുന്ന ഒരു ഭാഗമുണ്ട്. വാസ് ഡെഫറൻസിന്റെ ഭാഗം തന്നെയാണ്. ഈ ഭാഗത്തിന് നാം പറയുന്ന പേര് ആംപുല ഓഫ് വാസ് ഡെഫറൻസ് എന്നാണ്. അപ്പോൾ വാസ് ഡെഫറൻസിന്റെ അവസാന ഭാഗത്ത് കാണുന്ന എൻലാർജ്ഡ് ആയിട്ടുള്ള ആ ഭാഗത്തിന് നാം പറയുന്ന പേരാണ് ആംപുല ഓഫ് വാസ് ഡെഫറൻസ്. ഈ ആംപുല ഓഫ് വാസ് ഡെഫറൻസ്, അതിൽ നിന്നും പുറപ്പെടുന്ന ആ ട്യൂബിനെയാണ് നാം ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ആംപുല ഓഫ് വാസ് ഡെഫറൻസിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത്, ഈ എപ്പിഡിഡിമസിൽ നിന്നും മച്ചുറായി വരുന്ന ആ സ്പെർമാറ്റോസോവയെ താൽക്കാലികമായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, മച്ചുറേഷന് ശേഷം ഇവിടെ നിന്ന് വരുന്ന ആ സ്പെർമാറ്റോസോവയെ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആംപുല ഓഫ് വാസ് ഡെഫറൻസ്. ഇപ്പോൾ വാസ് ഡെഫറൻസിനെ കുറിച്ച് നാം മനസ്സിലാക്കി. ഈ ആരോ മാർക്ക് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അതിന്റെ ഡയറക്ഷൻ ഈ രീതിയിൽ ഇങ്ങനെ നമ്മുടെ ഇൻജുവിനൽ കനാൽ വഴി നമ്മുടെ പെൽവിക് ക്യാവിറ്റിയിലെത്തി, പെൽവിക് ക്യാവിറ്റിയിൽ നിന്നും ഇങ്ങനെ ഈ രീതിയിൽ താഴേക്ക് വരുന്നു വാസ് ഡെഫറൻസ്. അതിന്റെ അവസാന ഭാഗത്ത് കാണുന്ന ആ വികസിച്ച ഭാഗത്തിനെ നാം ആംപുല എന്ന് വിളിക്കുന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ വാസ് ഡെഫറൻസ് ഇത് ഒരു സൈഡിലെ മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇത് വാസ് ഡെഫറൻസ് രണ്ടെണ്ണം ഉണ്ട്, ഒന്നിനെ മാത്രമാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ വാസ് ഡെഫറൻസ് സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡിന്റെ ഡക്റ്റുമായിട്ട് യുണൈറ്റ് ചെയ്യുന്നു. അപ്പോൾ വാസ് ഡെഫറൻസ് സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡിന്റെ ഡക്റ്റുമായിട്ട് യുണൈറ്റ് ചെയ്യുന്നു. അങ്ങനെ യുണൈറ്റ് ചെയ്ത് അത് പ്രവേശിക്കുന്നത് ഈ കാണുന്ന ഒരു സ്ട്രക്ചറിലേക്കാണ്. ഇതിന്റെ പേരാണ് പ്രോസ്റ്റേറ്റ്. ഒരു നട്ടിന്റെ ഷേപ്പിൽ കാണുന്ന ഈ ഗ്ലാൻഡിനാണ് നാം പ്രോസ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കുക, വാസ് ഡെഫറൻസും സെമിനൽ വെസിക്കിളും ചേർന്ന് അത് പ്രോസ്റ്റേറ്റിന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. പ്രോസ്റ്റേറ്റിന് ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് യൂറിത്രയുമായിട്ട് ചേരുന്നു. നമ്മളുടെ ഇത് യൂറിനറി ബ്ലാഡർ, മൂത്രാശയം അഥവാ മൂത്രസഞ്ചിയാണ്. ഈ മൂത്രാശയത്തിൽ നിന്നും മൂത്രം പുറത്തേക്ക് പോകുന്ന ഈ ട്യൂബ് നമുക്ക് കാണാം. ഈ ട്യൂബിനാണ് നാം യൂറിത്ര എന്ന് വിളിക്കുന്നത്. ഈ ട്യൂബാണ് യൂറിത്ര. അപ്പോൾ ഈ യൂറിത്രയും പ്രോസ്റ്റേറ്റിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ആ യൂറിത്രയിലേക്ക് സെമിനൽ വെസിക്കിളും വാസ് ഡെഫറൻസും കൂടി ചേരുന്ന ആ ഇജാക്കുലേറ്ററി ഡക്റ്റ് യൂറിത്രയുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അപ്പൊ ഇത് നടക്കുന്നത് പ്രോസ്റ്റേറ്റിനുള്ളിലാണ്. അപ്പൊ ഇത് ഒരു സൈഡിൽ നിന്ന് വരുന്ന, അതായത് ഇത് പെയർ ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ ടെസ്റ്റിസ് പെയർ ആണ്, രണ്ടെണ്ണം ഉണ്ട്. വാസ് ഡെഫറൻസ് രണ്ടെണ്ണം ഉണ്ട്, സെമിനൽ വെസിക്കിളും രണ്ടെണ്ണം ഉണ്ട്. ഇതേപോലെ തന്നെ ഒരു ജോഡി ഇങ്ങേ ഭാഗത്തുമുണ്ട്. അപ്പോ ഈ ഒരു ജോഡി സെമിനൽ വെസിക്കിളും അതുപോലെ വാസ് ഡെഫറൻസിന്റെയും ഓപ്പണിങ്ങുകൾ തമ്മിൽ കൂടിച്ചേർന്ന് പ്രോസ്റ്റേറ്റിനുള്ളിൽ പ്രവേശിച്ച് യൂറിത്രയുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും രണ്ട് സൈഡിൽ നിന്നും ഇതേപോലുള്ള ഓരോ ഡക്റ്റുകൾ ഈ പ്രോസ്റ്റേറ്റിനുള്ളിൽ യൂറിത്രയുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. പിന്നെ ഇത് കോമൺ ആണ്,
അതായത് കോമൺ ആണെന്ന് പറഞ്ഞാൽ യൂറിൻ കടന്നു പോകാനും അതുപോലെ സിമൻ കടന്നു പോകാനും ഈ ഭാഗം മുതൽ ഈ ട്യൂബ് കോമൺ ആണ്. അതിനുശേഷം യൂറിത്ര പ്രവേശിക്കുന്നത് പീനിസ് എന്ന് പറയുന്ന അവയവത്തിലേക്കാണ്. മെയിൽ റീപ്രൊഡക്ഷന്റെ ഒരു ആക്സറി ഓർഗൻ ആണ്, അനുബന്ധ അവയവമാണ് പീനിസ് അഥവാ ലിംഗം എന്ന പേരിൽ അറിയപ്പെടുന്ന പീനിസിലേക്ക് പ്രവേശിക്കുന്നു. ഈ പീനിസിന് ഉള്ളിൽ കൂടിയാണ് യൂറിത്ര കടന്ന് അത് പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് ഉള്ളില് ഈ ഭാഗം മുതൽ പീനിസിന്റെ അവസാനം വരെ യൂറിത്ര ഒരു കോമൺ ഡക്റ്റ് ആണ്. കോമൺ ഡക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമൻ കടന്നു പോകുന്നതും യൂറിൻ കടന്നു പോകുന്നതും ഈ കോമൺ ഡക്റ്റിൽ കൂടിയാണ്. ഈ പ്രദേശത്ത്, അതായത് ഈ പീനിസിന്റെ ലിംഗത്തിന്റെ തുടക്ക ഭാഗത്ത്, നമ്മുടെ ശരീരത്തിനുള്ളിൽ കാണുന്ന ഈ ഭാഗത്ത് ഒരു ഗ്ലാൻഡ് കാണപ്പെടുന്നുണ്ട്. ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് അഥവാ കൂപ്പേഴ്സ് ഗ്ലാൻഡ്. ബൾബോ യൂറിത്രൽ അഥവാ കൂപ്പേഴ്സ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ് ഈ പ്രദേശത്ത് കാണപ്പെടുന്നു. അതും ഈ യൂറിത്രയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു ഘടന. ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. ടെസ്റ്റിസ്, ടെസ്റ്റിസിൽ നിന്നും എപ്പിഡിഡിമസ്, എപ്പിഡിഡിമസിൽ നിന്നും വാസ് ഡിഫറൻസ്, വാസ് ഡിഫറൻസും സെമിനൽ വെസിക്കിളും കൂടെ കമ്പൈൻ ചെയ്ത് പ്രോസ്റ്റേറ്റിനുള്ളിൽ പ്രവേശിക്കുന്നു. പ്രോസ്റ്റേറ്റിനുള്ളിൽ പ്രവേശിച്ചതിന് ശേഷം യൂറിത്രയുമായിട്ട് ചേരുന്നു. ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ മറ്റൊരു ജോഡി ഈ ഭാഗത്തു നിന്നും ജോയിൻ ചെയ്യുന്നുണ്ട്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ജോയിൻ ചെയ്യുന്നു. ദെൻ ഒരു കോമൺ ഡക്റ്റ്, പിന്നീട് യൂറിത്ര കോമൺ ഡക്റ്റ് ആണ്. ആ കോമൺ ഡക്റ്റിലേക്ക് കൂപ്പേഴ്സ് ഗ്ലാൻഡ് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് പീനിസിനുള്ളിൽ കൂടി പുറത്തേക്ക് പോകുന്നു. ഇതാണ് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു ഘടന. ഇനി സിമനുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ സ്പേം സെല്ലുകൾ, അതായത് സ്പെർമാറ്റോസോവ, മെയിൽ ഗമീറ്റുകൾ അല്ലെങ്കിൽ റിപ്രൊഡക്റ്റീവ് സെല്ലുകൾ, ബീജകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന് ഉള്ളിലാണ്. സെമിനിഫറസ് ട്യൂബ്യൂളുകളിൽ നിന്ന് പുറപ്പെടുന്ന ഇമ്മച്ചുർ ആയിട്ടുള്ള സ്പെർമാറ്റോസോവ ഈ എപ്പിഡിഡിമസിനുള്ളിൽ നിന്ന് മച്ചുർ ആകുന്നു. മച്ചുർ ആയതിനു ശേഷം അത് നമുക്കറിയുന്നത് പോലെ ഈ വാസ് ഡിഫറൻസിൽ കൂടി എത്തി ഈ ആംബുലയില് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം ഈ വാസ് ഡിഫറൻസ് സെമിനൽ വെസിക്കിളുമായിട്ട് ചേർന്ന് ഇതിന്റെ അനാട്ടമി നാം ഒരിക്കൽ മനസ്സിലാക്കിയതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ സ്പെർമാറ്റോസോവ എപ്പിഡിഡിമസിലും അതുപോലെ ആംബുലയിലും സ്റ്റോർ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടാകുക. ഇനി ഈ സ്പെർമാറ്റോസോവ ഈ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ പ്രോസസ്സിന് നാം പറയുന്ന പേരാണ് ഇജാക്കുലേഷൻ അഥവാ സ്ഖലനം. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് സെമിനൽ ഫ്ലൂയിഡ് എന്താണെന്ന് നാം മുമ്പ് മനസ്സിലാക്കി. സെമിനൽ ഫ്ലൂയിഡിൽ എന്തെല്ലാം ഘടകങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. സെമിനൽ ഫ്ലൂയിഡ് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെമിനിഫറസ് ട്യൂബ്യൂളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെർമാറ്റോസോവ അഥവാ സ്പേം സെല്ലുകളാണ്. ഈ സ്പേം സെല്ലുകള് സ്പെർമാറ്റോസോവ എപ്പിഡിഡിമസിൽ വെച്ച് അതിന് മച്ചുറേഷൻ സംഭവിക്കുന്നു. അപ്പോൾ ആ എപ്പിഡിഡിമസിന്റെ സെക്രീഷൻസ് കൂടി ഇതിലേക്ക് ഉൾപ്പെടുന്നുണ്ട്. വാസ് ഡിഫറൻസിൽ കൂടി എത്തി ഇവിടെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇനി സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്നത് ഒരു ഗ്ലാൻഡ് ആണ്. ഈ സെമിനൽ വെസിക്കിളിന്റെ സെക്രീഷൻ ഈ സ്പെർമാറ്റോസോവയ്ക്ക് ഒരു മീഡിയം, ഒരു മാധ്യമം, അത് ചലിക്കാനുള്ള ഒരു മാധ്യമമായിട്ട് ആക്ട് ചെയ്യുന്നു. അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുന്നത് ഈ സെമിനൽ വെസിക്കിളിന്റെ സെക്രീഷനാണ്. അപ്പൊ ഈ സ്പെർമാറ്റോസോവയ്ക്കൊപ്പം സെമിനൽ വെസിക്കിളിന്റെ സെക്രീഷൻ, അതുപോലെ ഈ കാണുന്ന പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന ഗ്ലാൻഡ് ഒരുപാട് സെക്രീഷൻസ്, എൻസൈമുകളൊക്കെ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ആണ് ഈ പ്രോസ്റ്റേറ്റ്. ഈ പ്രോസ്റ്റേറ്റിന്റെ സെക്രീഷനും ഇതിനുള്ളിലേക്കാണ് വരിക. ഈ യൂറിത്രയ്ക്ക് ഉള്ളിലേക്കാണ് പ്രോസ്റ്റേറ്റിന്റെ സെക്രീഷനും വരിക. പിന്നീട് ഈ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്, ഇതിന്റെ സെക്രീഷനും യൂറിത്രയിലേക്കാണ് ഓപ്പൺ ആക്കുക. അതുപോലെ യൂറിത്രയുടെ മ്യൂക്കസ് മെമ്പറിന് അതിൻ്റെതായ ഒരു സെക്രീഷൻ ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോഴാണ് അത് നമ്മൾ സിമൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ സിമനിൽ ഉൾപ്പെടുന്ന സെക്രീഷൻസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെമിനിഫറസ് ട്യൂബ്യൂളിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെർമാറ്റോസോവ, അത് എപ്പിഡിമിസ് മച്ചുർ ആകുന്നു. മച്ചുറായി കഴിഞ്ഞാൽ ഈ ആംബുലയിൽ ടെമ്പററി സ്റ്റോർ ചെയ്യുന്നു. അതിന്റെ കൂട്ടത്തിലേക്ക് സെമിനൽ വെസിക്കിളിന്റെ സെക്രീഷൻ വരുന്നു.
പ്രോസ്റ്റേറ്റിന്റെ സെക്രീഷൻ വരുന്നു, ബൾബോ യൂറിത്രൽ അഥവാ കൂപ്പേഴ്സ് ഗ്ലാൻഡിന്റെ സെക്രീഷൻ വരുന്നു, യൂറിത്രയുടെ സെക്രീഷൻ വരുന്നു. ഇതെല്ലാം കൂടി ചേർന്ന ആ ഫ്ലൂയിഡിനാണ് സിമൻ അഥവാ സിമിനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. നാം മനസ്സിലാക്കിയിരുന്നു ദ കളക്റ്റീവ് സെക്രീഷൻ ഓഫ് മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ് നാം സിമൻ എന്ന് പറയുന്നത്, ശുക്ലം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അതിൽ ഈ പറയുന്ന എല്ലാ ഗ്ലാൻഡുകളുടെയും എല്ലാ അവയവങ്ങളുടെയും സെക്രീഷൻസ് അതിൽ ഉൾപ്പെടുന്നു എന്ന് നാം മനസ്സിലാക്കുക. ഇനി സ്റ്റോർ ചെയ്യുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന സിമൻ, ഈ അവയവങ്ങളെല്ലാം കൂടെ ചേർന്ന ഈ സിമൻ ഈ പീനിസിൽ കൂടി പുറത്തേക്ക് വരുന്ന ആ പ്രോസസ്സിന് നാം പറയുന്ന പേരാണ് ഇജാക്കുലേഷൻ അഥവാ സ്ഖലനം എന്നാണ് നാം പറയുന്നത്. ഇനി ഒരു സിമൻ അനാലിസിസിന്റെ സിഗ്നിഫിക്കൻസ്, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് കോമൺ ആയിട്ട് നാം അത് ചെയ്യുന്നത് മെയിൽ ഇൻഫെർട്ടിലിറ്റി സ്റ്റഡീസിനാണ്. മെയിൽ ഇൻഫെർട്ടിലിറ്റി സ്റ്റഡി, ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ വന്ധ്യത, കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത എന്ന് നാം പറയുന്നത്. ആണുങ്ങളിൽ, പുരുഷന്മാരിൽ ഉണ്ടാകുന്ന വന്ധ്യതയ്ക്ക് കാരണം കണ്ടുപിടിക്കാനായിട്ട് നാം സിമൻ അനാലിസിസ്, വിശദമായ സിമൻ അനാലിസിസ്, അതായത് അതിന്റെ ഫിസിക്കൽ അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിക് കെമിക്കൽ എക്സാമിനേഷൻസ് നാം നടത്തുന്നു. രണ്ടാമത്തെ, ടു അസസ് ദ സക്സസ് ഓഫ് വാസക്ടമി. വാസക്ടമി എന്ന് പറഞ്ഞാൽ ഒരു വന്ധ്യംകരണ മാർഗമാണ്. കുട്ടികൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില കുടുംബാസൂത്രണ മാർഗങ്ങളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ടാകാം. അങ്ങനെ പുരുഷന്മാരിൽ ചെയ്യുന്ന ഒരു കുടുംബാസൂത്രണ മാർഗമാണ്, ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് വാസക്ടമി. വാസ് ഡെഫറൻസ് എന്ന് പറയുന്ന ട്യൂബിനെ നാം പരിചയപ്പെട്ടിരുന്നു. ഈ വാസ് ഡെഫറൻസിൽ കൂടിയാണ് സ്പെർമാറ്റോസോവ എപ്പിഡിഡിമസിൽ നിന്നും പുറത്തേക്ക് വരുന്നത് എന്ന് നാം മനസ്സിലാക്കി. അപ്പോൾ ഈ വാസ് ഡെഫറൻസ് നാം കട്ട് ചെയ്താൽ ഒരിക്കലും സ്പെർമാറ്റോസോവയ്ക്ക് പുറത്തേക്ക് വരാനാവില്ല. ഒരു ഇജാക്കുലേഷൻ ഉണ്ടായാലും ആ ഇജാക്കുലേഷന്റെ സ്പെർമാറ്റോസോവ ഉണ്ടാവില്ല, ബാക്കിയുള്ള ഘടകങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ. അപ്പൊ സ്പെർമാറ്റോസോവ ആണ് മെയിൽ റിപ്രൊഡക്റ്റീവ് കോശങ്ങള്. ഇപ്പൊ ഗർഭധാരണം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്പെർമാറ്റോസോവയുടെ പ്രസൻസ് ഉണ്ടായേ പറ്റൂ. അപ്പൊ ഒരു ഇജാക്കുലേഷൻ അഥവാ സ്ഖലനത്തില് സ്പെർമാറ്റോസോവ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി വാസ് ഡെഫറൻസ് ട്യൂബ് കട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് നാം വാസക്ടമി എന്ന് പറയുന്നത്. ഇപ്പൊ ഈ വാസക്ടമി നടത്തിയിട്ട് സക്സസ്ഫുൾ ആണോ എന്നറിയാൻ വേണ്ടി നാം സെമൻ അനാലിസിസ് നടത്തും. അങ്ങനെ സെമൻ അനാലിസിസ് നടത്തി കഴിയുമ്പോൾ അതില് സ്പെർമാറ്റോസോവയുടെ പ്രസൻസ് കണ്ടാൽ നാം മനസ്സിലാക്കേണ്ടത് വാസക്ടമി പരാജയമായിരുന്നു എന്നാണ്. അപ്പോ ഫാമിലി പ്ലാനിങ് അഥവാ കുടുംബാസൂത്രണ മെത്തേഡില് വാസക്ടമിയുടെ സക്സസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സിമൻ അനാലിസിസ് ഉപയോഗപ്പെടുന്നു. മൂന്നാമതായിട്ട് മെഡിക്കോ ലീഗൽ കേസസ് ലൈക്ക് റേപ്പ്, ബലാത്സംഗം പോലുള്ള മെഡിക്കോ ലീഗൽ ആയിട്ടുള്ള ഒഫൻസീവ് ആയിട്ടുള്ള ക്രിമിനൽ ഒഫൻസുകളില് അതിന്റെ കണ്ടെത്തലിന് വേണ്ടിയിട്ട് ഫോറൻസിക് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നാം സിമൻ അനാലിസിസ് ഉപയോഗപ്പെടുത്താറുണ്ട്. സിമന്റെ പ്രസൻസ് ഫിമെയിലിന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ അല്ലെങ്കിൽ അതുപോലുള്ള സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ മെഡിക്കോ ലീഗൽ കേസിൽ അത് വളരെ പ്രതികൂലമായിട്ടുള്ള ഒരു ഫൈൻഡിങ് ആണ്. അതായത് പറയുന്ന വ്യക്തി ഈ പറയുന്ന കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടോ എന്ന് മനസ്സിലാക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഈ സിമിനൽ ഫ്ലൂയിഡിന്റെ, സിമന്റെ പ്രസൻസ്. ആ പ്രസൻസ് ഫിമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗനിലാകാം, ഫിമെയിൽ ബോഡിയിലാകാം, അതുപോലെ വസ്ത്രത്തിലോ അതുപോലുള്ള ഏതെങ്കിലും ഭാഗത്ത് ഈ സിമന്റെ പ്രസൻസ് എന്ന് പറയുന്നത് ഈ മെഡിക്കോ ലീഗൽ കേസിൽ റേപ്പ് കൺഫേം ചെയ്യാനുള്ള ഒരു വലിയൊരു ഫോറൻസിക് എവിഡൻസ് ആണ്. അങ്ങനെയുള്ള കേസിലും ആ മെഡിക്കോ ലീഗൽ കേസിന്റെ ഭാഗമായിട്ടും സിമൻ അനാലിസിസ് നാം നടത്താറുണ്ട്. ഇനി സ്പെസിമെൻ കളക്ഷൻ, എങ്ങനെയാണ് ഈ സിമൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ സിമൻ കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഇജാക്കുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി, സ്ഖലനം എന്ന ഒരു പ്രോസസ്സ് വഴിയാണ് ഈ സിമൻ മെയിൽ റിപ്രൊഡക്റ്റീവ് ആക്സസറി ഓർഗനായ പീനിസ് അഥവാ ലിംഗത്തിൽ കൂടി പുറത്തേക്ക് വരുന്നത്. ആ പ്രോസസ്സിന് നാം ഇജാക്കുലേഷൻ എന്നാണ് പറയുക. ഇപ്പൊ സിമൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാർഗം കളക്ടഡ് ബൈ മാസ്റ്റർബേഷൻ, പ്രിഫറബിളി ആഫ്റ്റർ 3 to 5 days abstinence. മാസ്റ്റർബേഷൻ അഥവാ മലയാളത്തിൽ നാം അതിന്
സ്വയംഭോഗം എന്നാണ് പറയുക. അങ്ങനെ മാസ്റ്റർബേഷൻ അഥവാ സ്വയംഭോഗം വഴി സിമൻ നമുക്ക് കളക്ട് ചെയ്യാം. അപ്പൊ അതിനൊരു വ്യവസ്ഥ പറയുന്നത് 3 മുതൽ 5 വരെ ദിവസം എങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുകയോ മാസ്റ്റർബേഷൻ നടത്താതിരിക്കുകയോ ചെയ്തതിനു ശേഷമായിരിക്കണം ഇപ്രകാരം നാം സാമ്പിൾ കളക്ട് ചെയ്യേണ്ടത്. 3 മുതൽ 5 വരെ ദിവസം അബ്സ്റ്റിനൻസ് എന്ന് പറയുന്ന ലൈംഗിക ബന്ധം, ലൈംഗിക പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്നതിനാണ് നാം അബ്സ്റ്റിനൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അബ്സ്റ്റിനൻസിന് ശേഷം ഒരു സ്വയംഭോഗം അഥവാ മാസ്റ്റർബേഷൻ വഴി നമുക്ക് സിമൻ കളക്ട് ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് കോയിറ്റസ് ഇന്ററപ്റ്റസ്. ഈ കോയിറ്റസ് ഇന്ററപ്റ്റസ് സാമ്പിൾസ് ആർ ലെസ് പ്രിഫേർഡ് എന്നാണ് പറയുന്നത്. അത് അത്രമാത്രം നാം അഡ്വൈസ് ചെയ്യാറില്ല. കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമാണ്. കോയിറ്റസ് എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിനാണ് നമ്മൾ കോയിറ്റസ് എന്ന് പറയുന്നത്. കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിനിടയിൽ ഈ സ്ഖലനം സംഭവിക്കുമ്പോൾ ആ ശുക്ലം അഥവാ സിമനെ നമ്മൾ ഒരു കണ്ടെയ്നറിലേക്ക് കളക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറയുന്നത്. ഇത് ലെസ് പ്രിഫേർഡ് എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. അതിനു മുമ്പ് ഈ സിമന്റെ ഘടകങ്ങളെ കുറിച്ച് നാം പറഞ്ഞിരുന്നു. ഈ സിമന്റെ ഘടകങ്ങളിൽ യൂറിത്രയുടെ സെക്രീഷൻസ് ഉണ്ട്, സെമിനൽ വെസിക്കിളിന്റെ സെക്രീഷൻ ഉണ്ട്, അതുപോലെ ടെസ്റ്റിസിൽ നിന്ന് വരുന്ന സ്പെർമാറ്റോസോവയുണ്ട്, പ്രോസ്റ്റേറ്റിന്റെ സെക്രീഷൻ, എല്ലാം കൂടെ ചേർന്ന കളക്റ്റീവ് സെക്രീഷൻ ആണ് സിമൻ എന്ന് പറയുന്നത്. ഈ ഇജാക്കുലേഷന് മുമ്പ്, അതായത് ഇജാക്കുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഏറ്റവും ആദ്യം പുറത്തേക്ക് വരുന്നത്, അത് ആ ഇജാക്കുലേഷൻ പ്രോസസ്സിൽ ഒന്നാമതായിട്ട് പുറത്തേക്ക് വരുന്നത് പ്രധാനമായിട്ടും യൂറിത്രയുടെ സെക്രീഷൻസ് ആണ്. രണ്ടാമതായിട്ട് പുറത്തേക്ക് വരുന്നത് സ്പെർമാറ്റോസോവയും മൂന്നാമതായിട്ട് പുറത്തേക്ക് വരുന്നത് സെമിനൽ വെസിക്കിളിന്റെ സെക്രീഷനുമാണ്. ഇത് 1, 2, 3 സീക്വൻസി പറഞ്ഞു എന്ന് കരുതി നാം മനസ്സിലാക്കേണ്ടത് വളരെ റാപ്പിഡായിട്ട് നടക്കുന്ന ഒരു ആക്ഷൻ ആണെങ്കിലും ഫ്ലൂയിഡിന്റെ ആ സീക്വൻസ് ആണ് ഞാൻ പറഞ്ഞത്. ആദ്യം വരുന്നത് യൂറിത്രയിൽ നിന്നുള്ള സെക്രീഷൻ ആയിരിക്കും, രണ്ടാമത് വരുന്നത് സ്പെർമാറ്റോസോവുകൾ, ടെസ്റ്റിസിൽ നിന്ന് വരുന്ന സ്പെർമാറ്റോസോവുകളും, അവസാനമായിട്ട് വരുന്നത് സെമിനൽ വെസിക്കിളിന്റെ സെക്രീഷൻസും ആയിരിക്കാം. ഈ കോയിറ്റസ് ഇന്ററപ്റ്റസിൽ നാം കളക്ട് ചെയ്യുമ്പോൾ, ലൈംഗിക ബന്ധത്തിന് ഇടയിൽ കളക്ട് ചെയ്യുമ്പോൾ, ഒരു പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ, ഈ 3 ഭാഗങ്ങളെ ഞാൻ പറഞ്ഞു, അതിൽ 3 ഭാഗങ്ങളും പൂർണ്ണമായിട്ട് നമുക്ക് ചിലപ്പോൾ കളക്ട് ചെയ്യാൻ പറ്റി എന്നിരിക്കില്ല. 1ഉം 2ഉം ഭാഗങ്ങൾ കളക്ട് ചെയ്യാതെ മൂന്നാമത്തെ ഭാഗം മാത്രമാണ് കിട്ടിയതെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് അതിൽ സ്പെർമാറ്റോസോവയുടെ എണ്ണം വളരെ കുറവായിരിക്കും, സെമിനൽ വെസിക്കിളിന്റെ സെക്രീഷൻ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുക. അപ്പൊ അതുകൊണ്ടാണ് കോയിറ്റസ് ഇന്ററപ്റ്റസ് നാം അങ്ങനെ പ്രിഫർ ചെയ്യാത്തത്. അപ്പൊ പ്രിഫറബിളി ബൈ മാസ്റ്റർബേഷൻ ആണ് സ്പെർമാറ്റോസോവ കളക്ട് ചെയ്യുന്നത്. കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കണ്ടെയ്നറുകൾ വൈഡ് മൗത്ത്, ക്ലീൻ, ഡ്രൈ, ഡിസ്പോസിബിൾ കണ്ടെയ്നർ ആണ് നാം ഉപയോഗിക്കുക. വൈഡ് മൗത്ത് ആയിരിക്കണം, കാരണം ഒട്ടും സ്പെർമാറ്റോസോവ പുറത്തേക്ക് പോകാതെ, ഒട്ടും സിമൻ പുറത്തു പോകാതെ പൂർണ്ണമായിട്ടും കളക്ട് ചെയ്യാൻ പറ്റുന്ന വലിയ വാവട്ടമുള്ള ക്ലീനും ഡ്രൈയുമായിട്ടുള്ള ഡിസ്പോസിബിൾ കണ്ടെയ്നേഴ്സ് ആണ് നാം ഉപയോഗിക്കുന്നത്. അപ്പൊ കണ്ടെയ്നറിൽ ശ്രദ്ധിക്കേണ്ട സംഗതി, ഷുഡ് ബി കെയർഫുൾ ടു അവോയ്ഡ് പ്രസൻസ് ഓഫ് ഡിറ്റർജൻസ്. ഒരു രീതിയിലും സോപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിറ്റർജൻസിന്റെ അവശിഷ്ടങ്ങളോ ഇങ്ങനെയുള്ള കണ്ടെയ്നറിൽ കാണാൻ പാടില്ല. കാരണം അവയെല്ലാം സ്പെർമിസിഡലാണ്. സ്പെർമുകളെ നശിപ്പിക്കാനുള്ള സാധ്യതയുള്ള ഡിറ്റർജൻസ് ഒരു രീതിയിലും ഈ കണ്ടെയ്നറിൽ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സാമ്പിൾ മസ്റ്റ് ബി റീച്ച്ഡ് വിതിൻ 30 minutes ഓഫ് കളക്ഷൻ. ഈ സാമ്പിൾ കളക്ട് ചെയ്യുന്ന സാധാരണ പ്രിഫറബിളി ലാബിൽ നിന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നോ തന്നെ കളക്ട് ചെയ്യാനാണ് നാം ആവശ്യപ്പെടാറുള്ളത്. ഏതെങ്കിലും കാരണവശാല് പല പേഷ്യൻസും പ്രയാസങ്ങളൊക്കെ നേരിടുന്നത് കൊണ്ട് ഹോം കളക്ഷൻ നാം അനുവദിക്കാറുണ്ട്. അങ്ങനെ ഹോം കളക്ഷൻ അനുവദിച്ചാലും ആ സാമ്പിള് 30 മിനിറ്റിനുള്ളിൽ തന്നെ ലാബിൽ എത്തേണ്ടതായിട്ടുണ്ട്. അതിനുള്ള കാരണങ്ങൾ പിന്നീട് നമ്മൾ വിശദീകരിക്കും. എങ്കിലും ഒരു സ്പെസിമെൻ കളക്ഷൻ, ഇപ്പൊ സ്പെസിമെൻ കളക്ഷനെ സംബന്ധിക്കുന്ന ഒരു നോട്ടീസ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന പോയിന്റുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം നാം ഉണ്ടാക്കേണ്ടത്. ഇനി ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. ഫിസിക്കൽ എക്സാമിനേഷനിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് ലിക്വിഫാക്ഷൻ ടൈം, വിസ്കോസിറ്റി, കളർ ആൻഡ് അപ്പിയറൻസ്, വോളിയം, റിയാക്ഷൻ, ഇത്രയും ഘടകങ്ങളാണ്, ഇത്രയും
ഭാഗങ്ങളാണ് ഫിസിക്കൽ എക്സാമിനേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഓരോന്നും നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ലിക്വിഫാക്ഷൻ ടൈം. ലിക്വിഫാക്ഷൻ ടൈം എന്താണെന്ന് നമുക്ക് നോക്കാം. Semen coagulate into semi-solid mass immediately after ejaculation due to the action of prostatic enzymes. Later, proteolytic enzymes of prostate liquefy semen. ഇപ്പൊ ഇത്രയേ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇജാക്കുലേഷൻ സ്ഖലനം നടന്ന് പുറത്തേക്ക് വരുന്ന ആ സിമൻ ഒരു ലിക്വിഡ് ഫോമിലായിരിക്കും ഉണ്ടാകുക. പക്ഷേ പുറത്തെത്തിക്കഴിഞ്ഞാൽ, അപ്പൊ ആ ലിക്വിഡ് ഫോമിൽ ഞാൻ പറഞ്ഞു 3 ഭാഗങ്ങള്, 1, 2, 3 സീക്വൻസിൽ ആദ്യം യൂറിത്രൽ സെക്രീഷൻ, രണ്ടാമത് സ്പെർമാറ്റോസോവ, മൂന്നാമത് സെമിനൽ വെസിക്കിളിന്റെ പ്രോസ്റ്റേറ്റിന്റെ സെക്രീഷൻ. ആ രീതിയിലാണ് വരിക. അത് പുറത്തേക്ക് വരുമ്പോൾ അതൊരു ലിക്വിഡ് ഫോമിലാണ്. പക്ഷെ പുറത്തെത്തി ഉടനെ തന്നെ പ്രോസ്റ്റേറ്റിക് എൻസൈമുകളുടെ, പ്രോസ്റ്റേറ്റിലുള്ള എൻസൈമുകളുടെ ആക്ഷൻ കൊണ്ട് അത് ഒരു സെമി സോളിഡ് മാസ് ആയിട്ട്, ഒന്ന് കട്ട പിടിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു സെമി സോളിഡ് മാസ് ആയിട്ട് മാറുന്നു. ഇതിന് നമ്മൾ കൊയാഗുലേഷൻ എന്നാണ് പറയുക. ഇങ്ങനെ കൊയാഗുലേറ്റ് ചെയ്യുന്ന ആ സിമൻ വീണ്ടും പ്രോസ്റ്റേറ്റിലുള്ള മറ്റു ചില എൻസൈമുകളുടെ ആക്ഷൻ കൊണ്ട് പഴയതുപോലെ തന്നെ ലിക്വിഡ് ആയിട്ട് മാറും. അപ്പൊ ആദ്യം അത് ലിക്വിഡ് ആയിരുന്നു. പക്ഷെ ആദ്യം ലിക്വിഡ് ആയിട്ട് വരുമ്പോൾ നമുക്കറിയാം അതിന് 3 ഭാഗങ്ങളുണ്ടായിരുന്നു. പിന്നീട് അത് കട്ട പിടിച്ചു കഴിയുമ്പോൾ അതൊരു യൂണിഫോം ആയിട്ട് മാറി. അത് വീണ്ടും ലിക്വിഡ് പോലെ ആകുന്നു. അങ്ങനെ ആ ലിക്വിഡ് ആയി മാറുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ ലിക്വിഫാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇജാക്കുലേഷൻ ശേഷം പുറത്തേക്ക് വരുന്ന സിമൻ, കട്ട പിടിച്ച സിമൻ വീണ്ടും ലിക്വിഡ് ആയിട്ട് പ്രോസ്റ്റേറ്റിലുള്ള എൻസൈമുകളുടെ ആക്ഷൻ മുഖാന്തരം ലിക്വിഡ് ആയിട്ട് മാറുന്ന ആ പ്രോസസ്സിനാണ് ലിക്വിഫാക്ഷൻ എന്ന് നാം പറയുന്നത്. The time taken for semen to be liquefied is called liquefaction time. എത്ര സമയം കൊണ്ടാണ് ഇങ്ങനെ കട്ട പിടിച്ച സിമൻ ലിക്വിഡ് ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ് ലിക്വിഫാക്ഷൻ ടൈം കൊണ്ട് നാം മനസ്സിലാക്കുന്നത്. അപ്പൊ സിമൻ കളക്ട് ചെയ്ത സമയം നോട്ട് ചെയ്യുക. അതിനുശേഷം അത് വീണ്ടും ലിക്വിഡ് ആകാൻ വേണ്ടിയിട്ട് എത്ര സമയം ആയി എന്ന് മനസ്സിലാക്കുക. ആ ടൈമിനാണ് നാം ലിക്വിഫാക്ഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഈ ലിക്വിഫാക്ഷൻ ടൈം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പേഷ്യന്റിനോട് നാം സിമൻ പുറമേ നിന്നാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ 30 മിനിറ്റിനുള്ളിൽ ലാബിൽ എത്താൻ പറയുന്നത്. കാരണം ലിക്വിഫാക്ഷൻ ടൈമിന്റെ പരമാവധി, ലിക്വിഫാക്ഷൻ മാക്സിമം എടുക്കാവുന്ന സമയം 30 മിനിറ്റ് ആണ്. 30 മിനിറ്റിൽ കൂടുതൽ ലിക്വിഫാക്ഷൻ അബ്നോർമൽ ആണ്. അതുകൊണ്ടാണ് 30 മിനിറ്റിനുള്ളിൽ ലാബിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നാം പേഷ്യന്റിനോട് നിർബന്ധിക്കുന്നത്. ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ് നോക്കാം. ഇൻക്രീസ്ഡ് ലിക്വിഫാക്ഷൻ ടൈം ക്യാൻ ബി റിലേറ്റഡ് വിത്ത് ഇൻഫെർട്ടിലിറ്റി. അത് ചില സിമൻ ഇങ്ങനെ സോളിഡ് ആയിട്ട് മാറി, സെമി സോളിഡ് ആയിട്ട് മാറിയതിനു ശേഷം ആ രൂപത്തിൽ തന്നെ നിലനിൽക്കാറുണ്ട്. ലിക്വിഫൈ ചെയ്യാൻ ഒന്നുകിൽ സമയം കൂടുതൽ എടുക്കും, ചില കേസിലൊക്കെ അൺലിക്വിഫൈബിൾ, ഒരിക്കലും ലിക്വിഫൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലും കാണപ്പെടാറുണ്ട്. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ പലപ്പോഴും അത് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകാം. ഈ സ്പെർമാറ്റോസോവ, നമുക്കറിയാം സ്പെർമാറ്റോസോവ അഥവാ ശുക്ലാണുക്കള് അത് മൂവ് ചെയ്തിട്ടാണ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗനിൽ, വജൈനയിൽ എത്തുന്ന ഈ സ്പെർമാറ്റോസോവ അത് മൂവ് ചെയ്തിട്ട്, റാപ്പിഡായിട്ട് മൂവ് ചെയ്തിട്ടാണ് യൂട്രസിനുള്ളിൽ പ്രവേശിച്ച് ഓവുമായിട്ട് ചേർന്ന് ഫെർട്ടിലൈസേഷൻ നടത്തുക. അപ്പൊ അങ്ങനെ അതിന്റെ മൂവ്മെന്റിനെ അഥവാ മോട്ടിലിറ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഈ ലിക്വിഫൈ ചെയ്യാതിരുന്നാൽ. അപ്പൊ അതുകൊണ്ട് ഇൻക്രീസ്ഡ് ലിക്വിഫാക്ഷൻ ടൈം പലപ്പോഴും ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകാറുണ്ട്. അടുത്ത വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് വേണമെങ്കിൽ കൊഴുപ്പെന്നോ അങ്ങനെയൊക്കെ പറയാൻ പറ്റും. അതിന്റെ ഒരു ഒഴുക്കിനെ തടസ്സപ്പെടുന്ന ആ പ്രോസസ്സിനാണ് നാം വിസ്കോസിറ്റി എന്ന് നാം പറയുന്നത്. Viscosity is assessed by pouring liquefied semen from one container to measuring vessel. ഈ സിമന്റെ വോളിയം മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള, അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റും. അപ്പൊ ലിക്വിഫൈ ചെയ്ത ഈ സിമൻ നാം കണ്ടെയ്നറിൽ നിന്നും, ഏത് പാത്രത്തിലാണോ കളക്ട് ചെയ്യുന്നത് ആ പാത്രത്തിൽ തന്നെയാണ് ലിക്വിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. അതിനുശേഷം വോളിയം മെഷർ ചെയ്യാനുള്ള ആ ജാറിലേക്ക് നാം അതിനെ പോർ ചെയ്യുക, ഒഴിക്കുക. അങ്ങനെ ഒഴിക്കുമ്പോൾ നോർമൽ സ്പെസിമെൻ ആണെങ്കിൽ, അതായത് അതിന്റെ വിസ്കോസിറ്റി നോർമൽ ആണെങ്കിൽ, അതിന്റെ കൊഴുപ്പ് നോർമൽ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങനെ ഒഴിക്കുമ്പോൾ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്, തുള്ളി തുള്ളിയായിട്ടാണ് വീഴുക. ലിക്വിഫൈ ചെയ്ത സിമൻ ഒരു കണ്ടെയ്നറിൽ നിന്നും മറ്റൊരു കണ്ടെയ്നറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് വീഴുകയാണെങ്കിൽ അതിന്റെ വിസ്കോസിറ്റി നോർമൽ എന്ന് നാം പറയും. If viscosity is increased, thread is formed on pouring.
വിസ്കോസിറ്റി നോർമലിനേക്കാൾ കൂടുതലാണെങ്കിൽ നാം ഇങ്ങനെ ആഡ് ചെയ്യുമ്പോഴേക്കും ഇതൊരു നൂല് പോലെ, പൊട്ടാത്തൊരു നൂല് പോലെ ഇങ്ങനെ നീണ്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാകാം. ഓൾട്ടർനേറ്റ് ആയിട്ട് മറ്റൊരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ലിക്വിഫൈ ചെയ്ത സിമിനെ നാം ഒരു പാസ്റ്റർ പിപ്പറ്റിലേക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു പിപ്പറ്റ് കൊണ്ട് എടുത്തതിന് ശേഷം, ഒരു ഡ്രോപ്പർ കൊണ്ട് എടുത്തതിന് ശേഷം ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ നോർമൽ വിസ്കോസിറ്റി ആണെങ്കിൽ ഓരോ ഡ്രോപ്പ് സെപ്പറേറ്റ് ആയിട്ട് വീഴും. അതല്ല വിസ്കോസിറ്റി ഹൈ ആണെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ആയിട്ട് വീഴാതെ ഒരു നൂല് പോലെ, സ്ട്രിങ് പോലെ നീണ്ടു നിൽക്കുന്നതായിട്ട്, ഒരു ത്രെഡ് പോലെ നീണ്ടു നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇൻക്രീസ്ഡ് വിസ്കോസിറ്റി ഈസ് സിഗ്നിഫിക്കന്റ് ഇഫ് സ്പെർം മോട്ടിലിറ്റി ഈസ് കോംപ്രമൈസ്ഡ്. വിസ്കോസിറ്റി കുറച്ച് കൂടിയാലും അതിന് സിഗ്നിഫിക്കൻസ് നാം കണക്കാക്കണമെന്നുണ്ടെങ്കിൽ സ്പേമിന്റെ മോട്ടിലിറ്റി കൂടി ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്പേമിന്റെ മൂവ്മെന്റ് നമ്മൾ പിന്നീട് വരുന്നുണ്ട്, മൂവ്മെന്റ് ചെക്കിംഗ് ഒക്കെ പിന്നീട് നമ്മൾ വരുന്നുണ്ട്, മോട്ടിലിറ്റി സ്റ്റഡി പിന്നീട് വരുന്നുണ്ട്. അപ്പൊ ആ മോട്ടിലിറ്റിക്ക് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ വിസ്കോസിറ്റി നമ്മൾ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കും. അതല്ല മോട്ടൈൽ ആവശ്യത്തിന് അത് സ്പേം മോട്ടൈൽ ആണെന്നുണ്ടെങ്കിൽ വിസ്കോസിറ്റിക്ക് വലിയൊരു പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടില്ല. അടുത്ത കളർ ആൻഡ് അപ്പിയറൻസ് ആണ്. കളർ നമുക്ക് നോക്കി, നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് നമ്മൾ കളർ ഒബ്സർവ് ചെയ്യുന്നു. നോർമൽ കളർ ഒരു ഗ്രേയിഷ് വൈറ്റ് ആണ്, ഒരു നരച്ച ഒരു വെള്ള നിറത്തിലുള്ള ഗ്രേയിഷ് വൈറ്റ് ആണ് നോർമൽ കളർ. അബ്നോർമൽ കളർ ആയിട്ട് കാണാൻ സാധ്യതയുള്ളത് ഹീമോസ്പിയർമിയ എന്ന് പറയുന്ന കണ്ടീഷനിൽ, അതായത് സ്പേമില് RBC ബ്ലഡിന്റെ അംശം കാണുന്ന കണ്ടീഷനാണ് ഹീമോസ്പിയർമിയ. ഹീമോസ്പിയർമിയയില് റെഡ് ബ്രൗൺ കളറിൽ കാണാറുണ്ട്. അതുപോലെ ജോണ്ടിസ്, മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന ആ രോഗത്തില് സിമന് യെല്ലോ കളർ കാണാറുണ്ട്. ഇനി അതിന്റെ അപ്പിയറൻസ് ആണ്, അതെങ്ങനെയാണ് അത് കാണപ്പെടുന്നതാണ്. അപ്പിയറൻസ് ഒപ്പേക്ക് ആണ്. ഒപ്പേക്ക് എന്ന് പറഞ്ഞാല് പ്രകാശത്തെ കടത്തിവിടാത്ത ഒരു അവസ്ഥയിൽ, ഒരു ലൈറ്റ് അങ്ങനെ പൂർണ്ണമായിട്ട് കടത്തിവിടാത്ത ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ ഒപ്പേക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ യൂറിനാണെങ്കിൽ നമുക്കറിയാം ട്രാൻസ്പെറന്റ് ആണ്. യൂറിൻ നോക്കുമ്പോൾ ഈ ഭാഗം നോക്കി അങ്ങേ ഭാഗം കാണാൻ പറ്റും, ട്രാൻസ്പെറന്റ് ആണ്. ഇതങ്ങനെയല്ല, ലൈറ്റിനെ കടത്തിവിടാത്ത ഒപ്പേക്ക് ആണ്. ലെസ് ഒപ്പാലസൻസ് ഇൻഡിക്കേറ്റ്സ് ലോ കൗണ്ട്. അപ്പൊ കൗണ്ട് കുറഞ്ഞൊരു അവസ്ഥയിൽ പലപ്പോഴും ഈ സിമൻ ഡൈലൂട്ടഡ് ആയിരിക്കും. അതിൽ സ്പെർമാറ്റോസോയിഡ് എണ്ണം കുറയുമ്പോൾ കൂടുതൽ വാട്ടറി ആയിരിക്കും. അങ്ങനെയുള്ളപ്പോൾ അതിന്റെ ഈ ഒപ്പാസിറ്റി, ഒപ്പാലസൻസ് കുറവായിരിക്കും. അത് കുറച്ചൊക്കെ ലൈറ്റിനെ കടത്തിവിടുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും ഉണ്ടാകുക. നമുക്ക് ട്യൂബിലെടുത്ത് നോക്കിയാൽ നമുക്കറിയാം, അതിന്റെ നേച്ചർ നമുക്കറിയാം, അത് ലൈറ്റിനെ കടത്തിവിടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ നോർമലി അത് ഒപ്പേക്കാണ്. ഒപ്പാസിറ്റി കുറയുക, ഒപ്പാലസൻസ് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ട് കുറയുന്നതുമായിട്ട് നമുക്കതിനെ ഡയറക്റ്റ് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഓളിയം ആണ്. നോർമൽ ഓളിയം 1.5 to 5 ml ആണ്. സിമന്റ് ഓളിയം ഒരു വൈഡ് റേഞ്ച് ആണ്. 1.5 ml മുതൽ 5 ml വരെ ആയിരിക്കാം നോർമൽ ഓളിയം. പലപ്പോഴും ഈ നോർമൽ ഓളിയം നോർമലിനേക്കാൾ കുറയുന്നതും നോർമലിനേക്കാൾ കൂടുന്നതും രണ്ടും ഇൻഫെർട്ടിലിറ്റി ആയിട്ട് ബന്ധപ്പെടുത്താവുന്നതാണ്. പലപ്പോഴും സിമന്റ് ഓളിയം കൂടുമ്പോൾ ചിലപ്പോൾ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാം, ഓളിയം കൂടുതലുണ്ട് അതുകൊണ്ട് ഫെർട്ടിലിറ്റി കൂടാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷെ പലപ്പോഴും ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള കേസിൽ സ്പേമിന്റെ എണ്ണം കുറയുന്ന അവസ്ഥയിൽ ആണ് പലപ്പോഴും ഓളിയം കൂടുന്നത്. അതുപോലെ ഓളിയം കുറയുന്നതും ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു ലക്ഷണമാണ്. ഓളിയം മെഷർ ചെയ്യുന്നത് നമ്മൾ ലിക്വിഫൈ ചെയ്ത സിമനെ ഒരു ഗ്രാജുവേറ്റഡ് ഗ്ലാസ് വെയറിലേക്ക് അടയാളപ്പെടുത്തിയിട്ടുള്ള, അതായത് ml കണക്കിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു മെഷറിംഗ് വെസലിലേക്ക്, മെഷറിംഗ് സിലിണ്ടറോ അതുപോലെ അങ്ങനെ ആ രീതിയിലുള്ള അടയാളപ്പെടുത്തലോട് കൂടി ഗ്രാജുവേഷൻസ് ഉള്ള ഒരു ഗ്ലാസ് വെയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ വോളിയം മെഷർ ചെയ്യാൻ പറ്റും. പിപ്പറ്റ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ മെഷർ ചെയ്യാം, അല്ലെങ്കിൽ മെഷറിംഗ് സിലിണ്ടർ പോലുള്ള മെഷറിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് സിമന്റ് വോളിയം നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. ഡിക്രീസ്ഡ് ആൻഡ് ഇൻക്രീസ്ഡ് വോളിയം ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഇൻഫെർട്ടിലിറ്റി. വോളിയം ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, കുറഞ്ഞാലും കൂടിയാലും അത് പലപ്പോഴും ഇൻഫെർട്ടിലിറ്റിയുമായിട്ട് നേരിട്ട് ബന്ധിപ്പിക്കാവുന്ന ഒരു കണ്ടെത്തലാണ്. ഫിസിക്കൽ എക്സാമിനേഷനിലെ ഏറ്റവും അവസാനമായിട്ട് റിയാക്ഷൻ ആണ്. റിയാക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ pH ആണ്. നോർമൽ സിമൻ ഈസ് ആൽക്കലൈൻ. നമുക്കറിയാം pH 7 കൂടുതലാണെങ്കിൽ മോർ ദാൻ 7 ഈസ് ആൽക്കലൈൻ. അപ്പൊ നോർമൽ സിമന്റെ pH 7.2 to 8.9 ആണ്. ഇനി acidic semen is seen in aplasia of seminal vesicle and causes infertility. അസിഡിക് ആയിട്ടുള്ള സെമൻ, അതായത് സെമന്റെ ആൽക്കലൈൻ നേച്ചർ ഉണ്ടാവാൻ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്
സെമിനൽ വെസിക്കിളിന്റെ സെക്രീഷൻ ആണ്. സെമിനൽ വെസിക്കിൾ എന്താണെന്ന് ആ ചിത്രത്തിൽ നാം വിശദമായിട്ട് മനസ്സിലാക്കിയതാണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചിത്രം ഒരിക്കൽ കൂടി റെഫർ ചെയ്യുക. ആ സെമിനൽ വെസിക്കിളിന്റെ സെക്രീഷൻ ആണ് സിമനെ ആൽക്കലൈൻ ആയിട്ട് നിലനിർത്തുക. ഏതെങ്കിലും രീതിയിൽ ഈ സെമിനൽ വെസിക്കിളിൽ അപ്ലൈ ചെയ്യുക, അതിന് അണ്ടർ ഡെവലപ്മെന്റോ അതിന്റെ മിസ് ഫംഗ്ഷനോ അതിന്റെ ധർമ്മം നിർവഹിക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് അതിന്റെ സെക്രീഷൻസ് പുറത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സെക്രീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ആ അവസ്ഥയിൽ സിമന്റെ പി എച്ച് നോക്കിക്കഴിഞ്ഞാൽ അസിഡിക് ആയിരിക്കും. അതിന് കാരണം എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ സെക്രീഷൻ അസിഡിക് ആണ്. അപ്പൊ പ്രോസ്റ്റേറ്റിന്റെ സെക്രീഷൻ മാത്രമേ വരുന്നുള്ളൂ, സെമിനൽ വെസിക്കിളിന്റെ സെക്രീഷൻ അതിലേക്ക് വരുന്നില്ല എന്നുള്ളതിന്റെ ഒരു അടയാളമാണ് അസിഡിക് സിമൻ. ഞാൻ മുമ്പ് പറഞ്ഞു, സെമിനൽ വെസിക്കിളിന്റെ സെക്രീഷൻ ആണ് സിമന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയം, അതുപോലെ സിമന് എനർജി പ്രൊവൈഡ് ചെയ്യാനുള്ള ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് സെമിനൽ വെസിക്കിൾ ആണ്. ഈ സെമിനൽ വെസിക്കിളിന്റെ സെക്രീഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സിമൻ അസിഡിക് ആയിരിക്കും. അപ്പോൾ അങ്ങനെ അസിഡിക് സെമൻ, അതിന്റെ അർത്ഥം സെമിനൽ വെസിക്കിളിന്റെ സെക്രീഷൻ വന്നിട്ടില്ല എന്നാണ്, അത് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാണ്. അപ്പൊ ഇത്രയുമാണ് സിമന്റെ ഫിസിക്കൽ എക്സാമിനേഷനിൽ നാം മനസ്സിലാക്കേണ്ടത്. കെമിക്കൽ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ മറ്റൊരു ക്ലാസ്സിലേക്ക് നാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.